ഇന്ന് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് നല്ല സോഫ്റ്റോടു കൂടി നല്ല രുചികരമായ ഒരു കുഴക്കട്ട തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോഴും നമ്മുടെ പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പഴത്തിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം അതിനകത്തുള്ള അരിയൊക്കെ എടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ചോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടണം. എന്നാലേ നമുക്ക് ഇതിനകത്ത് മാവ് ചേർക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നല്ലതുപോലെ പഴുത്ത പഴം വേണം എടുക്കാൻ. നമ്മളിതിലേക്ക് മാവ് ചേർക്കുന്ന സമയത്ത് അപ്പോഴും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇത് മൊത്തത്തിലൊന്ന് മാവും പഴവും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വേണ്ടി വന്നാൽ അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇവിടെ എനിക്ക് വെള്ളമൊന്നും വേണ്ടി വന്നില്ല. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഇതിനെ അടച്ച് 5 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം തേങ്ങ വിളയിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് തേങ്ങ ചിരുകിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തേങ്ങ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം. ഇത് ഒരു നൂൽ പരുവത്തിന് തൊട്ട് മുൻപായിട്ട് ഇതിലേക്ക് കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊരു കയ്യിലൊക്കെ നമ്മളൊന്ന് ഉരുട്ടുന്ന ഒരു പരുവാകുമ്പോഴത്തേന് ഫ്ലെയിം ഓഫാക്കാം. ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ച പഴവും മാവും കൂടെ കുഴച്ചത് നമുക്ക് കയ്യിലെടുത്തൊന്ന് പരത്തി കൊടുക്കാം. കയ്യിൽ അല്പം നെയ്യോ എണ്ണയോ അങ്ങനെ പുരട്ടി കൊടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കൈ വെച്ച് പരത്തി പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ചൂടാറിയതിന് ശേഷം പരത്തി വെച്ച മാവിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഫില്ലിങ് ശകലം പോലും വെളിയിൽ കാണാത്ത വിധത്തിൽ നല്ലതായിട്ട് ഉരുട്ടിയെടുക്കണം. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഇത് ഓരോന്നായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു പലഹാരം റെഡിയായിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടവും സോഫ്റ്റും ആയിട്ടുള്ള പലഹാരമാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.